കോൺഗ്രസ് കൊളത്തൂർ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും കാരുണ്യ കുടുംബസഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും SSLC+2 വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം KPCC മെമ്പർ MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. KS ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, S ഹരീഷ് കുമാർ, PR പ്രശാന്ത്, KK രാജൻ, MO ജോൺ, നന്ദിനി രമേശൻ, TM യോഹന്നാൻ, PP ഡേവീസ്, ലിജോ ജോർജ് എന്നിവർ സംസാരിച്ചു. 30 വിദ്യാർത്ഥികൾക്ക് ട്രോഫിയും മഹാത്മാഗാന്ധിയുടെ ആത്മകഥയും സമ്മാനിച്ചു. നിർധന കുടുംബങ്ങൾക്ക് മാസം തോറും 1000 രൂപ നൽകുന്ന ഉമ്മൻചാണ്ടി കുടുംബസഹായ നിധിയുടെ വിതരണോദ്ഘാടനവും നടന്നു. ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം. കേരളത്തിൽ ഒരുപാട് വർഷമായി ഒരു സമുന്നതനായ നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രത്തെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ രാജ്യത്ത് നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് ജനങ്ങൾക്ക് ആനുകൂല്യം നൽകിയ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഫലം ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിൽ നാം കണ്ടു. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം പുന്നപ്പൈ, കോട്ടയം പുതുപ്പള്ളി വരെ എത്തുന്നതിന് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത വിപുലമായ ജനങ്ങളുടെ സ്വീകരണമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അനുകൂലമായ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്തെ സമുന്നതനായ നേതാവും കാരുണ്യമുള്ള ഒരു നേതാവുമായിരുന്നു എന്ന് നടത്തിയിട്ടുണ്ട്. ഐതിഹാസികമായ ഒട്ടുമുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉമ്മൻചാണ്ടി തേവരിയിൽ നടന്ന മുരളിയെയും ഷെണായിയും ഒക്കെ മരണകാലഘട്ടത്തിലുണ്ടായ ആ സമരം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സമരമായിരുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.